അപ്പം നമ്മുടെ ഫെസ്റ്റിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങൾ കുപ്പിവളേൻ്റെ കളക്ഷൻസിൻ്റെ അവിടെ ഒന്ന് വെറുതെ ഒന്ന് പോയി നോക്കിയത്. അമ്മയ്ക്ക് കുപ്പിവള എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്തതേ ഈ പ്രാവശ്യം നടക്കുന്ന ഇതുവരെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര വലിയ ഹൈപ്പൊന്നും ഇല്ലായിരുന്നു. ഉള്ളിൽ കയറിയപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് യന്ത്രഊഞ്ഞാൽ കാണാൻ. ഓരോ സ്ഥലത്ത് ഓരോ പേരാന്ന് തോന്നുന്നു. ആകാശത്തൊട്ടിൽ യന്ത്രഊഞ്ഞാൽ എന്നൊക്കെ പല സ്ഥലത്ത് പല പേര് പറയും. ഞാനങ്ങനെ എന്തായാലും അതിൽ കയറ്റാൻ നിന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആമയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിൽ കയറാൻ പോവാണ്. ആ ട്രെയിനെങ്കിൽ ട്രെയിൻ എന്നുള്ള ലാഘവത്തിലാണ് ഞാൻ കയറി പോകുന്നത്. ആമി പേടിക്കുമെന്നാണ് അമ്മ ഇപ്പം ചോദിക്കുന്നത്. ആമിക്ക് പേടിയോ? നിങ്ങൾ കണ്ടോ ആമീൻ്റെ കളി? ആമയാണെന്നുണ്ടെങ്കിൽ ഫുൾ ചില്ലിലാണ് ഇതിലിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ വളവിലെത്തുമ്പോൾ മാത്രമേ ഒരു ചെറിയൊരു പേടിയേ ഉള്ളൂ. കുഞ്ഞ് വീണ് പോകുമെന്നാട്ടെ എൻ്റെ പേടി, അല്ലാണ്ട് എനിക്ക് പേടിയില്ലായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മേലെ അള്ളി പിടിച്ചിരിക്കുക. അങ്ങനെ ഞാനും റിയയും കൂടെ ഇപ്പം പോകുന്നത് ആകാശത്തോണി കയറാനാണ്. എങ്ങനെയോ അച്ഛനെ അമ്മയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വലിയ ധൈര്യത്തിലാണ് പോകുന്നത്. പക്ഷേ അതിൽ കയറിയിരുന്നപ്പോൾ ജീവൻ പകുതി അങ്ങ് പോയ പോലെയായി. അത് നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റൂ കേട്ടോ. റിയ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര രീതിയിൽ പേടിച്ചിരിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അതിൽ കൂടുതൽ പേടിയുണ്ട്. പക്ഷെ ഞാൻ പുറമെ കാണിച്ചില്ല, കാരണം ഞാൻ പേടിച്ച അവളും പേടിക്കും. ദേ ഈ ക്ലിപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ടിക്കറ്റിൻ്റെ പൈസ കൊടുത്തും പോയി, ഇനി ഇറങ്ങാനും പറ്റൂല എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോകും. അപ്പോൾ ദയ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരെല്ലാവരും ഇപ്പോൾ ഇറങ്ങും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ട് നടുവിലിരിക്കാൻ. പക്ഷേ എനിക്ക് എന്തോ അറ്റത്ത് പോയി ഇരിക്കണം എന്നൊരാഗ്രഹം. എങ്ങനെയാണെന്നറിയാനൊരു ക്യൂരിയോസിറ്റി കൊണ്ടേ. സത്യം പറഞ്ഞാൽ അത്രയും ഹൈറ്റിൽ നിൽക്കുന്ന ആകാശത്തൊട്ടിലിനേക്കാളും എല്ലാവർക്കും പേടി ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ആളില്ലായിരുന്നു. ഇതേ ഞങ്ങളുടെ അടുത്തിരിക്കുന്ന ഇവരും പിന്നെ മേലെയും താഴെയായിട്ട് കുറച്ച് പേരെ ഇരുന്നുള്ളായിരുന്നു. ഇതങ്ങ് മൂവായി മേലോട്ട് എത്തിയപ്പോൾ എൻ്റെ ഈശ്വര, ഞങ്ങളാണെ നടുവിലല്ലേ ഇരുന്നത്. അവിടുന്ന് താഴോട്ട് വീണ് പോകും പോലെയാണ് തോന്നുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഹൈറ്റിലാണേ പോകുന്നത്. നല്ല ഹൈറ്റ് എന്ന് വെച്ചാൽ നല്ല ഹൈറ്റ്. അതിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആണെന്നുണ്ടെങ്കിൽ 2 സെക്കൻഡ് നേരത്തേക്ക് കിളിയും പറന്നുപോയി. അമ്മയാണെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ബജി കഴിക്കുക. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഗാനമേളയും നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കുറച്ച് നേരം കണ്ട് ദേ ഈ ഏട്ടൻ ഡാൻസ് കളിക്കുന്നത് ഞാൻ കുറേ നേരം നിന്ന് കണ്ടു. എന്തൊരു എൻജോയ്മെൻ്റ് അല്ലേ. അങ്ങനെ അവിടുന്ന് വേഗം കുറച്ച് നൊസ്റ്റോ മുട്ടായികളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് നേരെ ഓട്ടോ വിളിച്ച് വന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, subscribe.